ശശി തരൂരിനെ സംഘി എന്ന് വിളിച്ച് ആക്ഷേപിച്ചവർക്കും അദ്ദേഹം പാർട്ടി വിടുമെന്ന് കരുതി പടക്കം പൊട്ടിച്ചവർക്കും രാഹുൽ ഗാന്ധിയുടെ മാസ് മറുപടി. തരൂരിനെ ചേർത്ത് പിടിച്ച് നടത്തിയ ഈ കൂടിക്കാഴ്ചയിലൂടെ കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ടവരുടെ വായടപ്പിക്കാനും കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ ഉരുക്കു പോലെയുള്ള ഐക്യം ലോകത്തിന് കാട്ടിക്കൊടുക്കാനും ഹൈക്കമാൻഡിന് ഇതാ സാധിച്ചിരിക്കുന്നു. തളർത്താൻ നോക്കിയവർക്ക് നിരാശപ്പെടാം. കാരണം കോൺഗ്രസ് ഇപ്പോൾ കൂടുതൽ കരുത്തിലാണുള്ളത്. കേരളത്തിലെ രാഷ്ട്രീയ ചതുരംഗ കളിയിൽ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ശശി തരൂർ MP പോലുള്ള ഒരു മുതിർന്ന നേതാവും പാർട്ടി ഹൈക്കമാൻഡും തമ്മിലുള്ള ഭിന്നതകൾ പരിഹരിക്കാൻ നടത്തിയ നീക്കം കേവലം ഒരു കൂടിക്കാഴ്ച എന്നതിലുപരി കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ പക്വതയുടെയും അതുപോലെ തന്നെ ഉൾക്കൊള്ളൽ സംസ്കാരത്തിന്റെയും മികച്ച ഉദാഹരണമായിട്ട് മാറുകയാണ്. പ്രകടിപ്പിക്കപ്പെടുന്ന വിയോജിപ്പുകളെ അടിച്ചമർത്തുന്നതിന് പകരം അവയെ ജനാധിപത്യപരമായ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറാകുന്നു എന്നത് തികച്ചും സ്വാഗതം ചെയ്യേണ്ടതാണ്. മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ശശി തരൂരുമായി നടത്തിയ 30 മിനിറ്റ് നീണ്ട ചർച്ച പാർട്ടിയിൽ നിലനിൽക്കുന്ന ഐക്യത്തിന്റെ സന്ദേശമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇത്തരം ഉൾപാർട്ടി അസ്വാരസ്യങ്ങൾ പരിഹരിക്കേണ്ടത് അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞ ഹൈക്കമാൻഡ് കൃത്യസമയത്താണ് ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും പാർട്ടിയുടെ മുഖമായ തരൂരിനെ പോലുള്ള നേതാക്കളുടെ പ്രസക്തി കോൺഗ്രസ് നേതൃത്വത്തിന് നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിന്റെ ഭാഗം കേൾക്കാനും ആശങ്കകൾക്ക് പരിഹാരം കാണാനും പാർലമെന്റ് ഹൗസിൽ വെച്ച് സമയം കണ്ടെത്തിയത് പാർട്ടിയുടെ അച്ചടക്കവും ജനാധിപത്യ മര്യാദയും ഒരുപോലെ ഉയർത്തിപ്പിടിക്കുന്ന സംഭവം തന്നെയാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിൽ നിന്ന് തരൂർ വിട്ടുനിന്നത് വലിയ ചർച്ചകൾക്ക് വഴിമാറിയ സാഹചര്യത്തിൽ ഈ കൂടിക്കാഴ്ച പാർട്ടി പ്രവർത്തകർക്ക് പുതിയൊരു ഊർജമാണ് നൽകുന്നത്. ഭിന്നതകൾ മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി നീങ്ങിയാൽ മാത്രമേ വരാനിരിക്കുന്ന വെല്ലുവിളികളെ അതിജീവിക്കാനാകൂ എന്ന് കോൺഗ്രസ് ഇതിനോടകം വ്യക്തമാക്കിയിരിക്കുന്നു. വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളെക്കാൾ വലിയ ലക്ഷ്യം ജനവിശ്വാസം ആർജിക്കുക എന്നതാണെന്ന് ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ഈ കൂടിക്കാഴ്ച. അസ്വാരസ്യങ്ങളുടെ പുകമറ നീക്കി ഐക്യത്തിന്റെ പുതിയൊരു പാത തുറക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിരിക്കുന്നു. ഈ രാഷ്ട്രീയ പക്വത വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് മുതൽക്കൂട്ടാകുമെന്നതിൽ യാതൊരുവിധ തർക്കവും വേണ്ട. ശശി തരൂർ എന്ന വിശ്വപൗരനായ രാഷ്ട്രീയ നേതാവും കോൺഗ്രസ് ഹൈക്കമാൻഡും തമ്മിലുള്ള ബന്ധത്തിൽ സമീപകാലത്തുണ്ടായ വിള്ളലുകൾ പരിഹരിക്കപ്പെട്ടത് കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയൊരു മാറ്റത്തിന് വഴിയൊരുക്കുക തന്നെ ചെയ്യും. ഇത് ഇഷ്ടമില്ലാത്തവർ ഒത്തിരി കാണുമായിരിക്കും അല്ലേ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചു എന്ന പേരിൽ തരൂരിനെതിരെ ഉയർന്ന വിവാദങ്ങളും തുടർന്ന് അദ്ദേഹം പാർട്ടി വേദികളിൽ നിന്ന് വിട്ടുനിന്നതും വലിയ തോതിലുള്ള ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ടായിരുന്നു. ഈ സന്ദർഭത്തെ മുതലെടുത്തുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളും ചില നിക്ഷിപ്ത താല്പര്യക്കാരും തരൂരിനെ സംഘി എന്ന് വിളിച്ച് ആക്ഷേപിക്കാനും അദ്ദേഹം കോൺഗ്രസ് വിടാൻ ഒരുങ്ങുകയാണ് എന്ന് പ്രചരിപ്പിക്കാനും മത്സരിച്ചു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പടക്കം പൊട്ടിച്ചവർക്കുള്ള കനത്ത പ്രഹരമാണ് ഡൽഹിയിൽ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും തരൂരുമായി നടത്തിയ കൂടിക്കാഴ്ച ഇപ്പോൾ നൽകിയിട്ടുള്ളത്. പലപ്പോഴും BJPയുടെ B ടീം എന്ന് കോൺഗ്രസിനെ വിളിക്കാൻ ശ്രമിക്കുന്നവർ തരൂരിന്റെ വാക്കുകളെ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റിയാണ് പ്രചരിപ്പിച്ചത്. എന്നാൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ അപകടങ്ങളെ കുറിച്ച് ലോകമെമ്പാടും പ്രഭാഷണങ്ങൾ നടത്തുന്ന തരൂർ ഒരിക്കലും ആ പ്രത്യയശാസ്ത്രവുമായി പൊരുത്തപ്പെടില്ലെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും തന്നെ ബോധ്യമാകാവുന്നതേയുള്ളൂ. വ്യക്തിപരമായ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന അദ്ദേഹത്തിന്റെ ശൈലിയെ ഉൾക്കൊള്ളാനുള്ള വിശാലത കോൺഗ്രസ് ഹൈക്കമാൻഡ് കാണിച്ചു എന്നത് തികച്ചും അഭിനന്ദനാർഹമാണ്. വിയോജിപ്പുകളെ ശത്രുതയായി കാണാതെ അവയെ ജനാധിപത്യപരമായ സംവാദങ്ങളിലൂടെ പരിഹരിക്കുക എന്ന പക്വമായ രാഷ്ട്രീയമാണ് ഇവിടെ കോൺഗ്രസ് നടപ്പിലാക്കിയത്. ഈ കൂടിക്കാഴ്ചയോടുള്ള പൊതുജനങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും പ്രതികരണവും ഏറെ ശ്രദ്ധേയമാണ്. തരൂർ BJPയിലേക്ക് പോകുമെന്ന് പറഞ്ഞ് ആഘോഷിച്ചവർ ഇപ്പോൾ എവിടെ പോയി എന്ന് ചോദ്യമാണ് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ഉയർത്തിയിട്ടുള്ളത്. തരൂരിനെ പോലെ ഭൗതിക കരുത്തുള്ള നേതാവിനെ കോൺഗ്രസ് നഷ്ടപ്പെടുത്താൻ കഴിയില്ല എന്ന വികാരമാണ് ഭൂരിഭാഗം ആളുകളും പങ്കുവെക്കുന്നത്. ശശി തരൂർ എന്ന വ്യക്തിക്കപ്പുറം അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ആധുനിക രാഷ്ട്രീയ ശൈലിയും വികസന കാഴ്ചപ്പാടും കേരളത്തിലെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അനിവാര്യമാണെന്ന് ഹൈക്കമാൻഡും തിരിച്ചറിഞ്ഞിരിക്കുന്നു. സൈബർ ഇടങ്ങളിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചവർക്ക് ഈ ഐക്യത്തിന്റെ ദൃശ്യങ്ങൾ വലിയ തിരിച്ചടിയായിട്ടുണ്ട്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നപ്പോൾ ഉണ്ടായ ആശങ്കകൾക്ക് ഇപ്പോൾ വിരാമം വന്നിരിക്കുന്നു. തരൂരിന്റെ പരാതികൾ കേൾക്കാനും അദ്ദേഹത്തിന്റെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും നേതൃത്വം തയ്യാറായത് വഴി പാർട്ടിയിലുണ്ടായ പുത്തൻ ഉണർവ് തള്ളിക്കളയാനാവില്ല. രാഷ്ട്രീയ എതിരാളികളുടെ കുപ്രചരണങ്ങളുടെ വായടപ്പിച്ചുകൊണ്ട് തന്റെ രാഷ്ട്രീയ ദൗത്യം കോൺഗ്രസിനൊപ്പമാണെന്ന് അദ്ദേഹം ഇതാ ഒരിക്കൽ കൂടി അടിവരയിട്ടു. അഭിപ്രായ വ്യത്യാസങ്ങൾ പുകമറയായി നിലനിർത്തി രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചവർക്ക് ഇതൊരു വലിയ പാഠം തന്നെയാണ്.
ഭിന്നതകൾ പരിഹരിക്കപ്പെടുകയും പരാതികൾക്ക് വ്യക്തമായ മറുപടി ലഭിക്കുകയും ചെയ്തതോടെ വരാനിരിക്കുന്ന പോരാട്ടങ്ങളിൽ ശശി തരൂർ കോൺഗ്രസിന്റെ മുൻനിരയിൽ തന്നെ ഉണ്ടാകുമെന്ന സുനിശ്ചിതമായിരിക്കുന്നു. ഐക്യത്തോടെയുള്ള ഈ മുന്നേറ്റം കേരളത്തിലെ കോൺഗ്രസിനും പുതിയൊരു ദിശാബോധം നൽകുന്ന സംഭവം തന്നെയാണ്. ശശി തരൂർ എന്ന അതികായനായ നേതാവും കോൺഗ്രസ് ഹൈക്കമാൻഡും തമ്മിലുള്ള കൂടിക്കാഴ്ചയോടെ കഴിഞ്ഞ കുറച്ച് നാളുകളായി കോൺഗ്രസിനെ തളർത്താനും തകർക്കാമെന്നും മോഹിച്ചവരുടെ സ്വപ്നങ്ങളാണ് പാതി വഴിയിൽ പൊലിഞ്ഞു പോയിരിക്കുന്നത്. എത്രത്തോളം ദുഃഖകരമാണല്ലേ ആ സംഭവം. തരൂരിനെ സംഘി എന്ന മുദ്രകുത്തി രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചവർക്കും അദ്ദേഹം പാർട്ടി വിടുമെന്ന് പ്രവചിച്ച് ആഹ്ലാദ പ്രകടനം നടത്തിയവർക്കും ഈ വാർത്ത തികച്ചും അപ്രതീക്ഷിതമായ ഒരു പ്രഹരം തന്നെ നൽകി കാണും. കോൺഗ്രസിനുള്ളിലെ സ്വാഭാവികമായ അഭിപ്രായ വ്യത്യാസങ്ങളെ പിളർപ്പായും തകർച്ചയായും വ്യാഖ്യാനിച്ച് ആഘോഷിച്ചവർക്ക് ഇപ്പോൾ സമാധാനമായി കാണുമല്ലോ എന്ന പരിഹാസമാണ് രാഷ്ട്രീയ കേരളത്തിൽ നിന്ന് ഉയർന്നു വരുന്നത്. നിങ്ങൾക്ക് ശരിക്കും സമാധാനമായോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. ജനാധിപത്യപരമായ സംവാദങ്ങൾക്കും വിയോജിപ്പുകൾക്കും സ്ഥാനമുള്ള ഏക രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് ഇവിടെ ഒരിക്കൽ കൂടി പറഞ്ഞു വെച്ചിരിക്കുന്നു. മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും തരൂരുമായി നടത്തിയ ആ 30 മിനിറ്റ് നീണ്ട ചർച്ച അത് അടിവരയിട്ട് കഴിഞ്ഞു. തരൂരിനെ പോലെ ലോകം ആദരിക്കുന്ന ഒരു പ്രതിഭയെ അധിക്ഷേപിച്ചും പാർട്ടി വിരുദ്ധനായി ചിത്രീകരിച്ചും രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചവർക്ക് കോൺഗ്രസിന്റെ പാരമ്പര്യം അറിയില്ല എന്നതാണ് ഇവിടെ പറയാനുള്ള സത്യം. മോദി സർക്കാരിന്റെ നയങ്ങളെ കൃത്യമായ വസ്തുതകൾ നിരത്തി ലോകവേദികളിൽ വിചാരണ ചെയ്യുന്ന തരൂർ സംഘപരിവാർ പാളയത്തിലേക്ക് പോകുമെന്ന് വിശ്വസിച്ചവരുടെ മൗഢ്യത്തിനാണ് ഇപ്പോൾ മറുപടി ലഭിച്ചിരിക്കുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് തളരുമെന്ന് കരുതിയവർക്ക് മുന്നിൽ ഭിന്നതകൾ പരിഹരിച്ച് കൂടുതൽ കരുത്തോടെ കൈകോർത്ത് നിൽക്കുന്ന നേതൃത്വത്തെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള ആർജവം ഹൈക്കമാൻഡ് കാണിച്ചതോടെ പുറത്തുനിന്ന് കല്ലെറിഞ്ഞവർ നിരാശരായി മാറിയിരിക്കുന്നു. കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളിൽ തരൂർ എന്ന ഘടകത്തെ ഉപയോഗിച്ച് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ചവർക്ക് ഇനി പുതിയ തന്ത്രങ്ങൾ ആലോചിക്കേണ്ടതായി വരും. ഒരു നേതാവിന്റെ വ്യക്തിത്വത്തെയും നിലപാടുകളെയും മാനിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പാർട്ടിയുടെ മുഖ്യധാരയിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞത് നേതൃത്വത്തിന്റെ വലിയ വിജയമായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. പടക്കം പൊട്ടിച്ചും കുപ്രചരണങ്ങൾ നടത്തിയും കോൺഗ്രസിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചവർക്ക് ഈ ഐക്യം നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. വിയോജിപ്പുകൾ പരിഹരിക്കപ്പെടാനും വിള്ളലുകൾ അടയ്ക്കാനും കോൺഗ്രസിന് കരുത്തുണ്ടെന്ന് ഈ കൂടിക്കാഴ്ച തെളിയിച്ചിരിക്കുന്നു. ഇതോടെ തരൂരിനെതിരെയും പാർട്ടിക്കെതിരെയും ഉയർന്നു വന്ന സകല വിവാദങ്ങളുടെയും മുന ഒടിഞ്ഞിരിക്കുന്നു. കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ടവർക്ക് ഇനി സമാധാനമായി വിശ്രമിക്കാം അല്പനേരം. കാരണം കോൺഗ്രസ് കൂടുതൽ കരുത്തോടെ വളരെ ഐക്യത്തോടെ പോരാട്ട വീഥികളിലേക്ക് മടങ്ങിയെത്തി കഴിഞ്ഞു എന്ന വാർത്തയാണ് പറയാനുള്ളത്.